എന്നോട് ക്ഷമിക്കണം. എന്നുവെച്ചാൽ പുത്തരിയിൽ കല്ല് കടിച്ചു എന്ന് പറയുന്ന മാതിരി നമ്മുടെ പുതിയ ഗവൺമെൻറ് അധികാരമേറ്റപ്പോൾ വളരെ അനുചിതമായ ഒരു കാര്യം ചെയ്തു എന്ന് പറയാനാണ് ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ. കാരശ്ശേരി മാഷ് പറയാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരികൾ വളരെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് ഉപയോഗിച്ചെന്നുള്ളൂ. എന്നോടും ക്ഷമിക്കുക കാരശ്ശേരി മാഷെ. ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം, ഈ ഫോട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അഡ്വക്കേറ്റ് മേരി വർഗീസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരി ഇട്ട ഒരു ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോയ്ക്കൊപ്പം തന്നെ വേണമെങ്കിൽ ഞെട്ടുന്ന പോലത്തെ ഒരു ഫോട്ടോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എനിക്ക് വളരെ രസകരമായി തോന്നിയുകൊണ്ട് അതുകൂടി നിങ്ങൾ കാണണം. ബിഗ് ടി വിയിൽ വന്ന ഒരു ഫോട്ടോയാണ്. ഇങ്ങനെയാണ് ഒരു ഫോട്ടോ. ഇതിന് താഴത്ത് ഒരു കമന്റ് ഇങ്ങനെയുണ്ട്: വയനാട് ഫണ്ട് തട്ടിച്ചെന്ന പ്രചാരണത്തിൽ അന്വേഷണം വേണമെന്ന് ദീപ്തി മേരി വർഗീസ് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യുന്നത്? സ്വന്തം കുഴി വെട്ടുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. ഇനി ഇവര് പരാതിയെ പറ്റിയിട്ട് അവരുടെ ഫേസ്ബുക്കില്, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അതും വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് രസകരമായ ഈ ഒരു ഇതിലേക്ക് കിടക്കാം. ആഭ്യന്തരമന്ത്രിക്ക് എൻ്റെ ആദ്യത്തെ പരാതി: KPCC വയനാട് ഫണ്ട് തട്ടിച്ചു എന്ന പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി കോൺഗ്രസിനും UDFനുമെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരം നടത്തിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ ഞാൻ DGPക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ അന്വേഷണം ദ്രുതഗതിയിലാക്കണമെന്നും കുറ്റക്കാരെ അടിയന്തരമായി കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ അദ്ദേഹം DGPക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരിപ്പോൾ സ്വന്തം പാളയത്തിൽ ഇട്ട് കുത്തുകയാണോ എന്ന തോന്നലിന്റെ ഭാഗമായിട്ടുള്ള ഞെട്ടിയിട്ടുള്ള നോട്ടമാണോ രമേശ് ചെന്നിത്തല ആ ഒരു ദീപ്തി മേരി വർഗീസിനെ നോക്കുന്ന നോട്ടത്തിൽ ഉള്ളത് എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താണ് ഇവർ പറയുന്ന ഇഷ്യൂ? സുഹൃത്തുക്കളെ, വയനാട് ഒരു വലിയ ദുരന്തമുള്ളത് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഭീകരമായ ദുരന്തം. ഇപ്പോഴും അതിലത്തെ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നിപ്പോകും. ചില രക്ഷിതാക്കളൊന്നും ആ അപകടം നടന്ന സ്ഥലത്തൊക്കെ തന്നെയാണ് ഇപ്പോഴും. അവരുടെ മക്കളൊക്കെ അവിടെ ഉണ്ട്, മണ്ണിനടിയിലുണ്ട് എവിടെയോ. ആ നഷ്ടപ്പെട്ടു പോയ മക്കളെ കയ്യിൽ നിന്ന് ഊർന്നു പോയ അച്ഛനമ്മമാർ ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് അങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. മനസ്സ് പാതി ഇപ്പോഴും അവിടെയാണ്. ഇപ്പോഴും ഒരു നോർമൽ ലോകത്തേക്ക് എത്താത്ത ഒരുപാട് ആളുകളുണ്ട് അവിടെ. എത്തുക നമ്മളായാലും അതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാം. ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വയനാട്ടിലെ ആ ഒരു ദൃശ്യങ്ങളെല്ലാം കണ്ട് നമ്മളൊക്കെ ഒരുപാട് പണം അവരെ സഹായിച്ചു. ഞാനടക്കമുള്ള ആളുകളൊക്കെ പണം അയച്ചിട്ടുണ്ട്. അത് ഞാൻ അയച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. ആ പണം കൃത്യമായിട്ടും പിണറായി വിജയൻ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അവിടുത്തെ ആളുകൾക്ക് വീട് നിർമ്മാണം ഏകദേശം ഒരു സെക്ഷൻ വീടുകളൊക്കെ പണിതീർത്തു. ആളുകളൊക്കെ കയറി താമസം തുടങ്ങി നമുക്കറിയാം. ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരും വീടിന് വേണ്ടിയിട്ട് പണം പിരിക്കാനും അവർ ആദ്യം 500 വീട് പറഞ്ഞു, പിന്നെ 300 ആക്കി, പിന്നെ അങ്ങനെ കുറച്ചൊരു 150-അടുത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു, ഗവൺമെന്റിന് ഞങ്ങൾ പൈസ അയക്കുന്നില്ല, അത് വേണ്ട, ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു, ഞങ്ങൾ സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചു കൊള്ളാം. ഇതേപോലെ തന്നെ മുസ്ലിം ലീഗും പറഞ്ഞു. വളരെ നല്ല കാര്യം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതിയത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം കോൺഗ്രസ്സുകാർക്ക് പൈസ അയച്ചു കൊടുത്തു. എങ്ങനെ അയച്ചു കൊടുത്തു? കോൺഗ്രസ്സുകാർ ഒരു ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പ് ഉണ്ടാക്കിയിട്ട് ആപ്പ് വഴി പൈസ അയച്ചെന്നാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആപ്പ് വഴി എത്രയോ കോടികൾ അവർക്ക് കിട്ടി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എത്ര കോടികളാണ് അവർക്ക് കിട്ടിയെന്ന് എത്ര തന്നെ കാല് പിടിച്ച് ചോദിച്ചിട്ടും അവന്മാർ പറയുന്നില്ല. അവസാനം ഇലക്ഷൻ്റെ ഒരു 2 ദിവസം മുമ്പെങ്ങാണ്ടാണ് KPCCയുടെ അധ്യക്ഷൻ വന്നിരുന്നിട്ട് പറഞ്ഞത് 6 കോടി രൂപ മാത്രമാണ് പിരിച്ചു കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 കോടി രൂപ മാത്രമാണ് കോൺഗ്രസിനെ പോലെ സമുന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള അതിഗംഭീരമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് വെറും 6 കോടി മാത്രമേ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊരു സംശയം പൊതുജനങ്ങൾക്ക് തോന്നി. എന്തുകൊണ്ട് തോന്നി? നോക്കൂ, ഇവിടെ DYFI എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ ആക്രി പെറുക്കിയിട്ട് അവർ 20 കോടി രൂപയാണ്
അവരുണ്ടാക്കിയത്. അത് നേരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 തവണയും 3 തവണയായിട്ട് കൊടുക്കുകയും ചെയ്തു. ആ തെളിവുകളൊക്കെ അവർ പുറത്തുവിട്ടതാണ്. എന്നാൽ അതേസമയം തന്നെ മുസ്ലിം ലീഗർ അപ്പുറത്തുണ്ട്. അഭിമാനമാണ് അവരെ പറ്റി ആലോചിക്കുമ്പോൾ. അവർ ഇതേപോലെ പണം പിരിച്ചു, കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്ര പിരിച്ചു, ഇത്ര ചെലവഴിച്ചു എന്നവർ കൃത്യമായിട്ട് പറയുകയും അവർ വീട് നിർമ്മിച്ച് നൽകുകയും ആ വീട് അവർക്ക് കൊടുക്കുകയും കഴിഞ്ഞു കേട്ടോ. അത് കൊടുക്കുകയും കഴിഞ്ഞു. ഇനി ആ ഭാഗത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട. അതായത് വെറും ഒരു ഘടക കക്ഷിയായിട്ടുള്ള അത്ര വലിയൊരു പാർട്ടിയൊന്നും അല്ലാത്ത മുസ്ലിം ലീഗിന് 48 കോടിയോളം രൂപ പിരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് വെറും 6 കോടി മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്ന സംശയം ചോദിക്കുമ്പോൾ അവർക്ക് നേരൊക്കെ തോക്കെടുത്ത് വരാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ കഷ്ടമല്ലേ? എന്തായാലും ഇങ്ങനെയുള്ള സംശയങ്ങൾ അന്ന് എല്ലാവരും ചോദിച്ചു, എല്ലാ മാധ്യമങ്ങളും ചോദിച്ചു. ഈവൻ അരുൺകുമാർ, റിപ്പോർട്ടറിൽ, ന്യൂസ് മലയാളത്തിലെ ആളുകൾ എല്ലാവരും ഈ ഒരു ഡൗട്ട് പങ്കുവെച്ചിരുന്നു. സംശയമാണ് പങ്കുവെക്കുന്നത്. അതെങ്ങനെ കണക്ക് ശരിയാവുന്നില്ലല്ലോ. വെറും 6 കോടി മാത്രമൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് പിരിക്കാൻ കഴിയുക. ശരി, 6 കോടിയെ പിരിച്ചുള്ളൂ എന്ന് പറയുന്നു. എവിടെ ആ ആപ്പ്? എവിടെ? ഇനി ശരി, 6 കോടി പിരിച്ചു എന്ന് പറയുന്ന ബാങ്കിലെ കണക്കില്ലേ, ബാങ്കിലെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നോട്ടീസിന് പുറകിൽ കുറെ കണക്കുകൾ എഴുതി വന്നിട്ട് അങ്ങോട്ട് സമർപ്പിച്ചു, അങ്ങോട്ട് വായിച്ചു. അതോടൊരു ആളുകൾക്ക് വീണ്ടും സംശയമായി. ഒരു കോടികൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചൊരു സംഗതിയാണ്. അതൊരു പക്ഷെ കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾ പോലും അതിലേക്ക് ചിലപ്പോൾ പൈസ അയക്കാനൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു പണമാണ് ഇവര്, അതിന്റെ കണക്കാണ് ഒരു നോട്ടീസിന്റെ പുറകിൽ എഴുതിയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭയങ്കര ഡൗട്ട് ഉണ്ടാവുന്നു. കോൺഗ്രസ്സുകാർ പണം മുക്കി എന്ന് തന്നെ ആളുകൾ വർത്തമാനം പറയുന്ന രീതിയിലേക്കൊക്കെ മാറിപ്പോയി. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. അതല്ലാതെ വേറെ വാക്കുകളൊന്നും ഇപ്പോൾ മലയാളത്തിൽ നിലവിലില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അടക്കമുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ നമ്മുടെ പുതിയ ആഭ്യന്തരമന്ത്രിക്ക് ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് ഇതാണ്: മുക്കി എന്ന് പറയുന്ന വ്യാജ പ്രചരണത്തിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണുള്ളത് അവർക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മുക്കി എന്നുള്ള വ്യാജ പ്രചരണം. എനിക്ക് സംശയം തോന്നിയത് അത് മുക്കിയതിനെതിരെയുള്ള, അതായത് ആ ഫണ്ട് മുക്കിയതിനെതിരെയുള്ള കേസാണോ അത് മുക്കി എന്നുള്ള പ്രചരണം നടത്തിയ ആളുകൾക്കെതിരെയുള്ള കേസാണോ? ഏതാണ് ശരിക്കും എടുക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് കേസാണ് സത്യത്തിൽ അവിടെ നടക്കേണ്ടത്? ഒന്ന് എഴുതിയേക്കാവോ? ബൈ.